ില്ല മഹാനായ സുൽത്താനുൽ ഉലമ നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലാഹ് ആരോഗ്യം ഏറ്റമേറ്റം നൽകുമാറാവട്ടെ. അതേ മക്സബൻ എന്ന് പറയുന്ന ഒരു വ്യായാമ കേന്ദ്രത്തിനെ കുറിച്ച് ആണും പെണ്ണും കൂടിക്കലറരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അതേ ജസ്റ്റിസുമാര് പോലും മഹാനായ സുൽത്താനുൽ ഉലമ അന്തിച്ചർച്ചയുടെ പേര് കൊണ്ട് ചാനലിൽ ഇരുന്നു കൊണ്ട് ഇന്നും വളഞ്ഞിട്ടാക്രമിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ദീന് പറയാനുള്ള ആധികാരികമായ വോയിസ് ആർക്കാണ്? അത് നമ്മുടെ സുൽത്താനാണ്. ഈ പ്രസ്ഥാനത്തിന്റെ നായകനാണ്. ആ നായകനല്ലാതെ ദീൻ പറയാൻ അവകാശം മറ്റാർക്കാണുള്ളത്? ആ നായകൻ പറയുന്ന ദീന് പവിത്രമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശ നിയമങ്ങൾ മുഴുവനും പറഞ്ഞു തരുന്നുണ്ട് എങ്കിൽ അതിനെ അംഗീകരിക്കാൻ, ആ നായകനെ അംഗീകരിക്കുന്ന, ആ പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്ന, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സ്വീകരിക്കുന്ന ധാരാളം അനുയായികളുണ്ട്. ആ നായകൻ പറഞ്ഞത് അപ്പടി സ്വീകരിക്കാൻ, ശിരസ വഹിക്കാൻ ഇവിടെ ആ നായകന്റെ അനുയായികളുണ്ട്. അതിൽ കൊഞ്ഞനം കുത്താൻ, അന്തിച്ചർച്ചയുടെ പേര് പറഞ്ഞുകൊണ്ട് ചാനലിൽ ഇരുന്നു കൊണ്ട് നായകന്മാരെ, നമ്മുടെ നായകനെ സുൽത്താനെ കൊച്ചാക്കാൻ വന്നാൽ, നിസാരപ്പെടുത്താൻ വന്നാൽ അത് സമ്മതിക്കില്ല കേട്ടോ. കാരണം നിങ്ങളെ കളി വാക്കുകൾ കൊണ്ടോ, കുത്തുവാക്കുകളെ കൊണ്ടോ, നിസാരപ്പെടുത്തലുകൾ കൊണ്ടോ, വളഞ്ഞിട്ടുള്ള അക്രമങ്ങളെ കൊണ്ടോ ഒന്നും പേടിച്ച് പത്തി മടക്കിയിട്ട് അതേ പൊത്തിലേക്ക് മടങ്ങുന്ന നായകനല്ല നമ്മുടെ നായകൻ സുൽത്താനുൽ ഉലമ. അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ആ നായകൻ തീച്ചൂളയിലൂടെ വളർന്നു വന്നതാണ്. അതേ തീയിൽ മുളച്ച പ്രസ്ഥാനത്തിന്റെ നായകനാണ്. അത് വെയിലത്ത് പാടുന്ന നായകനല്ല. നിങ്ങളെ ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്ന ആളല്ല. അതേ നിങ്ങളെ ഓലപ്പടക്കം കണ്ട് പേടിക്കുന്ന ആളല്ല. എത്രയോ കൂറമ്പുകളുടെയും അതേ എത്രയോ വെള്ളിവിളികളുടെയും കല്ലേറിന്റെയും ചെരുപ്പ് മാലയുടെയും ആ രാഷ്ട്രീയ മേലാളന്മാരുടെ എല്ലാം അക്രമങ്ങളുടെയും മുന്നിൽ വളർന്നു വന്ന ധീര 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 ജേതാവാണ് നമ്മുടെ സുൽത്താന്. നിങ്ങളെ കുത്തുവാക്കുകളെ കൊണ്ടൊന്നും പത്തിമടക്കുമെന്ന് ആരും വ്യാമോഹിച്ചു പോവണ്ട. ആ സുൽത്താനുൽ ഉലമയുടെ ആ ലക്ഷക്കണക്കിന് അനുയായികള്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര്, അതേ ആലിമീങ്ങള്, മുദർരിസുമാര്, ഖതീബുമാര് നാനാഭാഗത്തുമുണ്ട്. സുൽത്താനുൽ ഉലമന്റെ അനുയായികള് ഇന്നും ദീന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ തൊണ്ടക്കുഴിയിൽ റൂഹുള്ള കാലത്തോളം വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേ ശരീഅത്തുൽ ഇസ്ലാമിന്റെ കാനൂൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. സുന്നത്ത് ജമാഅത്തിന്റെ തനതായ ആശയം അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സലഫികൾക്ക് ഇതിൽ തലവേദന ഉണ്ടായിട്ട് ഫലമില്ല. ആ നായകനെ അംഗീകരിക്കാത്തവർക്ക് തലവേദനയായി ബോധം കിട്ടി വീണതിന്റെ പേരിൽ ഒരു പ്രയോജനവുമില്ല. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. വിശുദ്ധമായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. നിങ്ങളെ വെല്ലുവിളികളോ, നിങ്ങളെ കൊച്ചാക്കലോ, നിങ്ങളെ നിസാരപ്പെടുത്തലോ, നിങ്ങളെ എന്തെങ്കിലും കല്ലേറോ, നിങ്ങളെ വെല്ലുവിളികളോ ഇതൊന്നും വകവെക്കാതെ ലാ യഖാഫൂന ഫില്ലാഹി ലൗമത ലായിം, ഒരാളുടെ ആക്ഷേപവും അതിനൊന്നും വകവെക്കാതെ സുൽത്താനുൽ ഉലമയുടെ അനുയായികള് അന്ത്യനാള് വരെ, ഖിയാമത്ത് നാള് വരെ ഈ ഭൂമി ലോകത്ത് ദീന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളെ വേലകളെല്ലാം അത് പാഴ്വേലകളായി മാറും, അതെല്ലാം വിഫലമായി മാറും. ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅ അത് എന്നെന്നും ഉയർന്നുകൊണ്ടേയിരിക്കും. അതിൽ അസൂയ വെച്ചിട്ട് ഒന്നും ഇവിടെ നടക്കാനില്ല. സത്യപ്രസ്ഥാനമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എതിർപ്പുകള് ഡ്യൂപ്ലിക്കേറ്റുകൾ വളർന്നു വരാ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പോലെ, സുന്നത്ത് ജമാഅത്തിനെ പോലെയുള്ള ഒരു പ്രത്യയശാസ്ത്രം, അതേ ഒരു മതം ഇവിടെ ലോകത്ത് മറ്റേതുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നു മുതൽ നേരത്തെ പറഞ്ഞതുപോലെ 1500 വർഷക്കാലത്തോളമായ ഈ വിശുദ്ധമായ ആശയം ഓരോരോ ദിവസവും, ഓരോരോ മാസവും, ഓരോരോ നിമിഷവും അത് വളർന്ന് 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 പന്തലിക്കുകയാണ്. ഇതിൽ അസൂയ ഉണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ പേര് വെച്ചുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കാനും അന്തിച്ചർച്ചയുടെ പേര് പറഞ്ഞുകൊണ്ട് വട്ട
വട്ടമിരുന്നു കൊണ്ട് ആലിമീങ്ങൾ ആക്രമിക്കാനും നോക്കിയാല് അതെ, അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ബുദ്ധിയുള്ളവർക്കറിയാം ഇത് സത്യപ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ശത്രുക്കൾ ധാരാളമുള്ളത്. ഏതാണ് ഒറിജിനൽ, അതിനെ കോപ്പിയാക്കാനാ എല്ലാവരും ശ്രമിക്കുക. കോപ്പിയെ പിന്നൊരു കോപ്പിയാക്കൂല, ഡ്യൂപ്ലിക്കറ്റിനെ പിന്നൊരു ഡ്യൂപ്ലിക്കറ്റ് കോപ്പി വരില്ല, ഒറിജിനലാ കോപ്പി വരാ. അതാണ് ഒറിജിനലായ ആശയം. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന്, താബിഈങ്ങൾക്ക്, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക്, മഖ്ദൂമി കുടുംബത്തിന്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഖുതുബി തങ്ങള്, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതേ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ ശംസുൽ ഉലമ, മഹാനായ സയ്യിദുനാ വ മുർഷിദുനാ താജുൽ ഉലമ, ആ മഹാനായ സുൽത്താനുൽ ഉലമക്ക് കൈമാറിയ ആ പവിത്രമായ ആശയം, അതിൽ കളങ്കമില്ല, കൂട്ടിച്ചേർക്കലില്ല, അതിൽ മാറ്റത്തിരുത്തലില്ല, അതിലൊരു ചേഞ്ചിങ് ഇല്ല. ഇത് അള്ളാഹുവിന്റെ ആശയമാണ്. നിങ്ങൾ അന്തിച്ചർച്ചയിൽ ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് അത് മാറ്റണം, ഇത് മാറ്റണം, പെണ്ണിനെ കാണണം, അത് കൂടിക്കലർന്നാൽ എന്തേ ഒന്നൊന്നും ചോദിച്ചാൽ അതിനെ മാറ്റം ചെയ്യപ്പെടാത്ത 1400 വർഷമായിട്ട് ഒരു അർഫിന് പോലും തിരുത്തലിന് വിധേയമാവാത്ത ഒരു പ്രത്യയശാസ്ത്ര ലോകത്തുണ്ട് എങ്കിൽ അതേ, അത് വിശുദ്ധമായ സുന്നത്തി ജമാഅത്ത് എന്ന് പറയുന്ന ദീനാണ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. 1400 വർഷക്കാലമായിട്ടും ഒരു അർഫിന്, ഒരു വേർഡിന്, ഒരു സ്പെല്ലിങ്ങിന് മാറ്റം ചെയ്യപ്പെടാത്ത ഒരു പ്രത്യയശാസ്ത്രം ലോകത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? അതിവിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാത്രമാണ്. അതിന്റെ അനുയായികളാണ് നമ്മള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ അനുയായികള് ഇവിടെ എപ്പോഴും സൗഹാർദ്ദമാണ് ആഗ്രഹിക്കുന്നത്, സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്, സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രശ്നമുണ്ടാക്കാനോ അന്യോന്യം കലഹിക്കാനോ അന്യോന്യം വൈരാഗ്യം കാട്ടാനോ ഒന്നും ഞങ്ങളെ നേതാക്കന്മാർ പഠിപ്പിക്കുന്നില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇവിടെ ഖുർആനോത്തും ഖത്മുൽ ഖുർആനും ഉറൂസിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ തുടക്കം കുറിച്ച ഖത്മുൽ ഖുർആനും അതുപോലെ തന്നെ മൗലിദും സിയാറത്തും ഇതല്ലേ ഇവിടെ നടക്കുന്നത്. ഇസ്ലാമിന്റെ കാനൂൻ അത് പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കും. സുന്നത്ത് ജമാഅത്തിന്റെ ശിയാർ അന്ത്യനാൾ വരെ നിലനിൽക്കണം. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യാ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹുവിന്റെ കലിമത്ത് അത് വളർന്നുകൊണ്ടേ ഇരിക്കണം. അതിനൊരു ക്ഷീണം വരാൻ പാടില്ല, അതിനൊരു മങ്ങല് വരാൻ പാടില്ല. അർഹമുർ റഹ്മാനായ റബ്ബ് നമുക്കതിന്